ഹായ് ഗൈസ്. അങ്ങനെ ദേവയാനി സത്യങ്ങളെല്ലാം അറിഞ്ഞ് നല്ല മനസ്സോടു കൂടി തന്നെ സ്നേഹത്തോടു കൂടി തന്നെയാണ് നയനിയെ കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷേ ദേവയാനി അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. എല്ലാവരുടെയും മുമ്പിൽ സത്യങ്ങൾ അറിഞ്ഞെന്ന് പറയുന്നുമില്ല കേട്ടോ. അല്പം പരുഷമായിട്ടൊക്കെയാണ് നയനയോട് പെരുമാറുന്നതും. അതിൻ്റെ ഇടയിൽ നയനയെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പം നമ്മുടെ ജാനകിക്കും അനാമികയ്ക്കുമൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവർ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നല്ല മറുപടി കൊടുക്കുന്നുമുണ്ട് ദേവയാനി. അങ്ങനെ ഒരു വിശേഷമാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന ഓഫീസിലേക്ക് പൊയ്ക്കോളാനൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അതെല്ലാവർക്കും അങ്ങ് ദേഷ്യമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനകിയും അനാമികയും ജലജയും എല്ലാം പറയുന്നുണ്ട്, ഇവിടുന്ന് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും? അപ്പോൾ ദേവയാനി പറയാണ്, അതെന്താ ഇവളിവിടെ ഇല്ലായിരുന്നപ്പം ജാനകിയും ജലജയൊക്കെ കൂടിയല്ലേ ചെയ്തത്, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ എന്ന് പറയുമ്പം ജലജ പറയാണ്, പിന്നെ ഞങ്ങൾ അടുക്കളയിൽ കിടന്ന് പണിത് കഷ്ടപ്പെട്ടു, ഇവള് വന്നാലെങ്കിലും കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന് വെച്ചാൽ ഇപ്പം ഏടത്തേക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റം? അപ്പോൾ ദേവയാനി പറയാം, എനിക്കൊരു മാറ്റവും ഇല്ല, എനിക്ക് ഇവളോട് യാതൊരു സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവൾ നല്ലൊരു ഡിസൈനറാണ്. നമ്മുടെ കമ്പനിയിൽ ഇവളുടെ ഡിസൈനുകൾക്കൊക്കെ കോടിക്കണക്കിന് മൂല്യമാണുള്ളത്. അതുകൊണ്ട് അവിടെ പോയി പണിയെടുക്കട്ടെ. അങ്ങനെയാവുമ്പോൾ അവൾ അവിടെ ജോലി ചെയ്താൽ നമ്മുടെ കമ്പനിക്ക് തന്നെയല്ലേ ലാഭം, അത് നമുക്കെല്ലാവർക്കും നല്ലതല്ലേ എന്ന് പറയാണ്. അപ്പോൾ നയനയ്ക്ക് സന്തോഷമാവുകയാണ് കേട്ടോ. ഓഫീസിലേക്ക് പോകാമല്ലോ, ആദർശിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യാണ് നവ്യ അനിയും കൂടെ കേട്ടോ. നവ്യ അനിയും ഒക്കെ പറയുന്നുണ്ട്, നന്നായി എടത്തി ജോലിക്ക് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പം അനാമികയ്ക്കും ജാനകിക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അനാമിക ഉടനെ തന്നെ അനിയോട് പറയാണ്, എന്താ ഏടത്തി ജോലിക്ക് പോകണമെന്ന് നിനക്ക് ആഗ്രഹം? നിനക്ക് ഇതുവരെ ഒരു കമ്പനിയുടെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലല്ലോ. അതുപോലെ തന്നെ നിന്റെ ഭാര്യയായി ഞാനിവിടെ ഉണ്ട്, എന്നെ നീ പരിഗണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെട്ടോളാൻ, എന്നിട്ട് ഏടത്തി ജോലിക്ക് പോയിക്കോളാൻ എന്നൊക്കെ പറഞ്ഞ് ആകെ മൊത്തം പ്രശ്നമാകുകയാണ് കേട്ടോ. അതൊന്നും ദേവയാനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി എല്ലാം മനസ്സിലാക്കി വരികയാണ്. എല്ലാവരുടെയും തനി സ്വരൂപം ശരിക്കും ദേവയാനി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ അങ്ങ് പോവാണ്. പക്ഷേ ദേവയാനി മുത്തശ്ശനൊക്കെ സപ്പോർട്ട് ചെയ്ത് നയന ഓഫീസിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നയനയോട്, നയനെ നീ രാവിലെ പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ച് എല്ലാം റെഡിയാക്കിയിട്ട് നീ പോയിക്കോ, ബാക്കി ജോലികളൊക്കെ ഇവർ ചെയ്തോളൂ എന്ന് പറയാണ്. അതൊന്നും അവർക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നയനയ്ക്ക് ഓഫീസിലേക്ക് പോവുകയൊക്കെ ചെയ്യണം. ആ സമയത്ത് രാവിലെ തന്നെ നയന ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് ഒക്കെയാണ് പോകുന്നത്. അങ്ങനെ രാവിലെ ചായയൊക്കെ ആയിട്ട് നയന വരെയാണ്. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ദേവയാനിക്കും മാത്രം നയന ചായ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനകിയും അനാമികയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അനാമികയും ജാനകിയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്. ഇവിടെ മുത്തശ്ശിക്കും മുത്തശ്ശനും മാത്രമാണല്ലോ ചായ കൊടുക്കുന്നത്, കൂടെ ദേവയാനിക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാനകിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ജാനകി അന്നേരം പറയാണ്, അതെന്താ ഞങ്ങൾക്കാർക്കും ഇവള് ചായ കൊണ്ടു തരാത്തത്? മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രമേ ഇവള് കൊടുക്കുള്ളൂന്നുണ്ടോ? അപ്പോഴേക്കും ദേവയാനി പറയാണ്, അതെന്താ ജാനകി, നിനക്ക് ചായ കൊണ്ടു തരാൻ നിന്റെ മരുമോൾ അടുത്തിരിപ്പില്ലേ, അവളോട് പറ, എൻ്റെ മരുമോളല്ലേ എനിക്ക് കൊണ്ടു തന്നത് എന്ന് ചോദിക്കുമ്പം ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഏടത്തിക്കിപ്പം അങ്ങനത്തെ വേർതിരിവൊക്കെ ഉണ്ടല്ലേ, നിന്റെ മരുമോള് എൻ്റെ മരുമോളെന്നൊക്കെ ഉള്ളൊരു വേർതിരിവ്. ഉടനെ ദേവയാനി പറയാണ്, എനിക്ക് അങ്ങനെയുള്ള വേർതിരിവുകളൊന്നും ഉണ്ടായിട്ടല്ല ജാനകി. പിന്നെ അവൾ ചായ 3 പേർക്ക് കൊണ്ടുവന്നു, മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുത്ത കൂടെ എനിക്ക് കൂടി തന്നു, ജാനകിക്ക് കൊണ്ടുതരാൻ അനാമികയുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പം തന്നെ രണ്ടുപേരും ആകെ കിറുകിറുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജാനകിക്ക് ദേവയാനിയോട് ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണ്. കാരണം അനാമികയെ അവോയ്ഡ് ചെയ്യുന്നതെന്നും നയനെ കൂടുതൽ സ്നേഹിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് ആകെപ്പാടെ ഒരു ഫീലിങ്സാണ് കേട്ടോ ജാനകിക്കും. അങ്ങനെ ഇരിക്കുമ്പം അനിയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അനിയോടായിട്ട് ഉടനെ ദേവയാനി പറയാണ്, അനി ഇന്ന് പ്രദോഷമാണ്, അതുകൊണ്ട് നമുക്ക് വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോകണം കേട്ടോ അനി. അതുകൊണ്ട് നീ വൈകിട്ട് വണ്ടിയൊന്നും എടുക്കണം, നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോകാം. അനാമികയും കൂട്ടിക്കോ, നീ നയനയും പോരട്ടെ എന്ന് പറയുമ്പോഴേക്കും അനാമികയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അനാമിക പറയാം, ഞാനൊരു അമ്പലത്തിലും വരുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല എന്ന് പറയാൻ. അപ്പോൾ അനാമികയുടെ മേലെ തട്ടിക്കയറുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ വരണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമില്ല, വല്യമ്മ പറഞ്ഞത് നയനേടത്തെയും വല്യമ്മയുണ്ടെന്നാ, പിന്നെ നീ കൂടി വരുന്നെങ്കിൽ വന്നോളാൻ അവർ പറഞ്ഞു, നീ ഇനി വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് പറയാൻ.
അപ്പോൾ അനാമിക ആകെ ദേഷ്യപ്പെടുക. അപ്പോൾ ഉടനെ ജാനകി അനിയോട് പറയാണ്, ആഹാ, നീ നിൻ്റെ ഭാര്യയെ കൊണ്ടുപോകണമെന്നില്ല, ഏടത്തിയെ കൊണ്ടുപോകാനായിട്ടാണ് അവന് താല്പര്യം. അവളോട് എന്തിനാ നീ ദേഷ്യപ്പെടുന്നത്? നീ ഇതുപോലെ ദേഷ്യപ്പെട്ടിട്ടല്ലേ അനാമിക മോള് പിണങ്ങി പല പ്രാവശ്യം വീട്ടിൽ പോയത്. എന്നിട്ട് ഇപ്പോഴും മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ഉടനെ അനിയോട് പറയണം, അത് അനി, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, മുത്തശ്ശൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്നും വാങ്ങണമായിരുന്നു എന്ന് പറയുമ്പോൾ അനി പറയാ, അതിനെന്താ മുത്തശ്ശി, ഞാൻ വാങ്ങാമല്ലോ, ഞാൻ പോകുന്ന വഴിക്ക് അയൺ ചെയ്ത ഡ്രസ്സും കൂടെ വാങ്ങിക്കൊണ്ട് വന്നോളാം എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ ജാനകിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ജാനകി പറയുന്നുണ്ട്, അതെന്താ, അനി തന്നെ അയൺ ചെയ്ത ഡ്രസ്സ് വാങ്ങിയെങ്കിലേ ഉള്ളൂ, ഇവിടെ വേറെ സെർവൻ്റ് ഇല്ലേ, ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ അതിങ്ങോട്ട് കൊണ്ടുതരില്ലേ എന്ന് മുത്തശ്ശിയോട് എതിർത്തങ്ങ് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അതെന്താമ്മേ അങ്ങനെ പറഞ്ഞത്, മുത്തശ്ശൻ്റെ ഡ്രസ്സ് ഇതിനു മുമ്പ് അയൺ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഞാൻ വാങ്ങിയിട്ടുമുണ്ട്, അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴെന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അപ്പോഴൊന്നും ഇല്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴുണ്ട് എന്ന് പറയുമ്പോഴേക്കും അനിക്കൊരു കോള് വരുന്നുണ്ട് കേട്ടോ. അനിക്കൊരു കോള് വരുമ്പം അനി അത് അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, വല്യമ്മ ആ ഇലക്ട്രീഷ്യനെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, വിളിച്ചായിരുന്നു, ചില കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, AC ഒന്നും അങ്ങ് വർക്കാവുന്നില്ല, ചില സമയം ലോഡ് കൂടുതലായിട്ട് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇലക്ട്രീഷ്യനെ വിളിച്ച് പറഞ്ഞായിരുന്നു അതൊന്ന് വന്ന് നോക്കണം എന്ന്, എന്താ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇലക്ട്രീഷ്യൻ എന്നെ വിളിച്ചിരുന്നു, അയാൾ ഉടനെ തന്നെ വരാമെന്നാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് നന്നായി അനി, എല്ലാ കാര്യങ്ങളും നീ ഒന്ന് നോക്കിയേക്കണം, നീ അയാളെ ഫോളോ അപ്പ് ചെയ്യണം, കാരണം നമ്മൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരൊന്നും വരില്ല, അവർക്കല്ലല്ലോ നിർബന്ധം, നമുക്കല്ലേ, അതുകൊണ്ട് നീ ആ ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് ദേവയാനി പറയണം. അപ്പോഴേക്കും അതും അനാമികയ്ക്കും ജാനകിക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, അതെന്താ വല്യമ്മ, ഞാൻ വിളിച്ചുകൊണ്ട് വന്നോളാം, ഞാനെല്ലാം റെഡിയാക്കിച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അനാമികയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല, അതുപോലെ ജാനകിക്കും ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ നീ മറക്കാതെ ഡ്രസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എണീറ്റ് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയാണ്, അതെന്താ എല്ലാവരും ഓരോരോ പണികൾ അനിയെ ഏൽപ്പിക്കാൻ, അവനിവിടുത്തെ ജോലിക്കാരനാണോ, അവനിവിടുത്തെ വേലക്കാരനൊന്നും അല്ലല്ലോ, അവൻ ഈ വീട്ടിലെ കൊച്ചുമോൻ തന്നെയല്ലേ എന്ന് മുത്തശ്ശിയോട് എതിർത്ത് സംസാരിക്കുകയാണ് കേട്ടോ ജാനകി. അപ്പോൾ നമ്മുടെ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്താ ജാനകി, നീ വന്നിരുന്നപ്പോൾ തൊട്ടൊരു കിറുകിറുപ്പൊക്കെ ആയിരുന്നല്ലോ, അനിയെ ഇവിടെ ആരും വേലക്കാരനായിട്ട് കണ്ടിട്ടില്ല, ഇനി മുത്തശ്ശൻ്റെ ഡ്രസ്സ് അയൺ ചെയ്തത് വാങ്ങാൻ പറഞ്ഞിട്ടാണെങ്കിൽ. അപ്പോൾ മുത്തശ്ശി പറയാണ്, അങ്ങനെയാണ് വേണ്ട ജാനകി, ഞാൻ അവനോട് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ആളെ വിട്ടത് വാങ്ങിച്ചോളാം, കുഴപ്പമില്ല, അനി പോകണ്ടെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, മുത്തശ്ശി എന്താ അങ്ങനെ പറയുന്നത്, ഞാൻ പോയിക്കോളാം, അതിനെനിക്കൊരു പ്രശ്നവുമില്ല, അമ്മ അങ്ങനെ പലതും പറയുമെന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാണ്, അങ്ങനെ പലതും പറയും, നിനക്കിതിനൊക്കെയല്ലേ പറ്റുള്ളൂ, കുറച്ച് കവിത എഴുതാം, അതുപോലെ തന്നെ ഇതുപോലെ വേലക്കാരുടെ ജോലി, ഇലക്ട്രീഷ്യനായിട്ട് അനി വേണം, അതുപോലെ തന്നെ ഡ്രൈവറായിട്ട് അനി വേണം, അതുപോലെ തന്നെ തുണി വാഷ് ചെയ്തത് വാങ്ങണമെങ്കിലും അനി വേണം, ഇതിനൊക്കെ മാത്രം നിന്നെ കൊള്ളാം, അല്ലാതെ എന്തിനു കൊള്ളാം, കമ്പനിയുടെ MD സ്ഥാനവും കമ്പനിയിലെ ഡിസൈനർ സ്ഥാനവും ഒക്കെ ആദർശനും നയനയ്ക്കും, അതല്ലേ ഇവിടെ നടക്കുന്നത്, ഏതായാലും വല്യമ്മയുടെ വേലക്കാരനായിട്ട് ഇവിടെ നിന്നാൽ മതി നീ, അല്ലാതെ കമ്പനിയിലൊരു സ്ഥാനവും നിനക്ക് കിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, എൻ്റെ വേലക്കാരനായിട്ടൊന്നും ഞാൻ അനിയെ കണ്ടിട്ടില്ല അനാമികയെ, ആദർശിനെ പോലെ തന്നെയാണ് എനിക്ക് അനിയും, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ ചെയ്യാറുണ്ട്, അതുകൊണ്ട് അവനോട് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഇവന് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവൻ ഇത് ചെയ്യണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ ജാനകി പറയാണ്, അനാമിക പറഞ്ഞത് ശരിയല്ലേ, അവൻ നേരത്തെ ഇതൊക്കെ ചെയ്യാറുണ്ടായിരിക്കും ഏടത്തി, പക്ഷേ ഇപ്പോൾ അവൻ അങ്ങനെയല്ലല്ലോ, അവൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, അവൻ്റെ ഭാര്യയില്ലേ, പിന്നെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ അവനെ ഏൽപ്പിച്ചാൽ അത് അവൾക്ക് കൂടി ഒരു കുറച്ചിലല്ലേ, കമ്പനി കാര്യങ്ങളെല്ലാം അവനെ ഏൽപ്പിച്ചൂടെ, അവന് കമ്പനിയിലെ 2-3 കമ്പനികളുടെ ഉത്തരവാദിത്തമെങ്കിലും നൽകിക്കൂടെ, ഇങ്ങനെ വീട്ടുവേല ചെയ്യിക്കാനായിട്ടാണോ എൻ്റെ മോനെ ഇട്ടിരിക്കുന്നത്, അവൻ ഇന്നൊരു ഭർത്താവാണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മറന്നുപോയോ എന്ന് ദേവയാനിയോട് ചോദിക്കുകയാണ് ജാനകി. അപ്പോൾ ദേവയാനി പറയാണ്, മറന്നിട്ടൊന്നുമില്ല ജാനകി, എനിക്കറിയാം, എല്ലാവരെയും എനിക്കറിയാം, അതുകൊണ്ട് ഇനി ഇലക്ട്രീഷ്യൻ്റെ ജോലിയോ ഡ്രൈവറിൻ്റെ ജോലിയോ തുണി വാങ്ങുന്ന ജോലിയോ ഒന്നും ചെയ്യണ്ട, അതിന് വേറെ ആൾക്കാരെ ഞങ്ങൾ നിർത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി കുറച്ച് ദേഷ്യപ്പെട്ട് അങ്ങ് കയറി പോവാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്